ഹായ്, ഇന്ന് നമുക്കൊരു ഡയറ്റ് ലഞ്ച് സെറ്റ് ചെയ്താലോ? അപ്പം ആദ്യമേ നമുക്ക് കറി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ വെക്കാൻ പോകുന്നത് ബ്രിഞ്ചോൾ കറി അഥവാ വഴുതനങ്ങ കറി. അപ്പം ഇത് ഞാൻ ആക്ച്വലി ഒരു മെഴുക്ക് വരട്ടി അഥവാ സോട്ടഡ് ഫോമിലാണ് വെക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ ഡയറ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലറി കൂടും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടത്തില്ല. ഈ ഡയറ്റ് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണയുടെ അളവിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ കറിയൊക്കെ വെക്കുമ്പം ഓവറായിട്ട് വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മുടെ സാലഡാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ കുക്കുംബറൊക്കെ ഇട്ടുള്ള സാലഡൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സിമ്പിൾ സാലഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഒനിയനും ജസ്റ്റ് നമ്മുടെ തക്കാളിപ്പഴം ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ സാലഡാണ്. സാലഡും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറിൻ്റെ ഒപ്പം എന്തെങ്കിലും പ്രോട്ടീൻ വേണമല്ലോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ സോഴ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വൻപയർ കറിയാണ്. അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന തേങ്ങയുടെ അളവും നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തേങ്ങ കട്ട് ചെയ്യുകയൊന്നും ചെയ്യേണ്ട, അളവൊന്ന് റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പം ചോറ് ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് 2 കറി ഉള്ളത് കൊണ്ട് തന്നെ ചോറിനോട് ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാലഡും വെച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോർമൽ ഫുഡ് വെച്ച് തന്നെ നമുക്ക് ഡയറ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്